ഗൈസ്, അപ്പോൾ ഇന്ന് ജോർജിയയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്താലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടിബിലിസിയിലെ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി പോവുക. അപ്പോൾ ആദ്യം ഞാൻ ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയതിനു ശേഷം ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. എല്ലാ അവിടുത്തെ വ്യൂവും വാട്ടർഫോളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഫുള്ള് കാണാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ, പിന്നെ സ്പ്രിങ്ങും കൂടെയാണിപ്പം. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോസം കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കുറേ ഉണ്ട് നടക്കാനും കുറേ ഉണ്ട്. എവിടെയാണ് എന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ആദ്യം ഞാൻ അവിടെ പോയിട്ട് നേരെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഞാൻ മെട്രോ ഇറങ്ങി പിന്നെ അവിടെ കൂടെ നടക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. നമ്മുടെ മെട്രോ അവലാബാരിയിൽ നിന്ന് ഇറങ്ങി 1 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് അവിടുത്തെ സീനറി. ഇത് അവിടുത്തെ പള്ളി. ഇതായത് ഒരു റിക്കെ പാർക്ക് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് അവിടുത്തെ റിവർ കാര്യങ്ങൾ. അതാണ് ഞാൻ പിന്നെ അവിടുത്തെ സീനറി ഒന്ന് കാണിച്ചു തരിക. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് ഫുൾ പച്ചപ്പാണ്. അതിനുശേഷം ഇതാണ് അവിടുത്തെ ഫോട്ടോ. പിന്നെ അതിനുശേഷം ഇത് മറ്റേ ജുമാ മോസ്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുന്ന വഴി. ഇവിടുത്തെ പള്ളിയുടെ മുകളിലോട്ട് കയറി നേരെ പോകണം. ഞാൻ ഒരു പൂച്ചയെ കണ്ടായിരുന്നു. പൂച്ച അങ്ങനെ തന്നെ സൈലൻ്റായിട്ട് അവിടെ ഫുൾ പൂച്ചകളായിരുന്നു. പള്ളിയുടെ അടുത്ത് ഫുൾ പൂച്ചകളാണ്. നല്ല കാര്യം അത്. പിന്നെ ഇതാണ് അവിടുത്തെ ബില്ല്. ഞാൻ എത്തി. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അകത്തെത്തി. പിന്നെ നടക്കാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് കാണാം ബോർഡുകൾ. അവിടെ എല്ലാം ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ കൂടെ എക്സിറ്റ്, ഇവിടെ നിന്ന് നമുക്ക് അതിൽ പോവാം. പിന്നെ അവിടെ പോയ റോപ്പ് വേ എല്ലാം വന്നു. ഇത് അവിടുത്തെ വാട്ടർഫോൾ. അതായത് കുറേ വ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കിട്ടിയത് ഞാൻ എടുത്തത്. അവിടെ നിന്ന് വരാനാണ് ആ വാട്ടർഫോൾ ഇങ്ങനെ ഒഴിച്ചു ചേർന്ന് ആ ഒരു അതിനെ വെള്ളം കുടിക്കുന്നു. ഞാനതങ്ങനെ കണ്ട് എടുത്തതാണ്. പിന്നെ ഇത് അവിടുത്തെ ഫ്ലവേഴ്സ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെ പോയി കുറച്ച് എൻജോയ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം. അവിടെ നിന്ന് നേരെ അങ്ങോട്ടൊക്കെ കുറേ നടക്കാനുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, നടക്കണം. പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്ന് ഒരു ഫ്രോഗിനെ കണ്ടു. ഇവിടെ ആദ്യമായിട്ടാണ് തവളയെ കാണുന്നത്. നാട്ടിലൊക്കെ ഫുൾ ഇതേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ടാണ് കണ്ടത് ഫുൾ തവളകൾ. അതിനുശേഷം വീണ്ടും നടന്ന് ഈ ഒരു ഏരിയ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളുള്ള ഏരിയസാണ്. ഇപ്പം പിന്നെ ഓരോന്ന് കാണിച്ചു തരാം. അതായത് ഒരെണ്ണം ബ്ലോസമായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് കാരണം കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കുറച്ചൊക്കെ പോയി. മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് കാണാം. കറക്റ്റ് വെള്ളം വരുന്നതെല്ലാം അവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാറ കാണാം. അവിടെ നിന്നാണ് ഈ വെള്ളങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു പടി കയറി മുകളിലോട്ട് പോയി അവിടെ കയറുന്ന സമയത്ത് കണ്ടതാണ്. നല്ല ബ്ലോസമായിട്ട് സ്പ്രിങ് ഇരിക്കുന്നു. അതിൻ്റെ പൂക്കളെല്ലാം വന്ന് അടിപൊളി ഒരു സാധനം തന്നെയാണത്. വാട്ടർഫാൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ പാലത്തിൽ നമ്മൾ എത്തണം. പാലത്തിൽ എത്തി കഴിഞ്ഞാൽ വേറൊരു എക്സിറ്റ് ഉണ്ട്. അതുവരെ കുറേ ഉണ്ട്. പക്ഷേ ഇത് അവിടുത്തെ ഒരു പാർക്ക്. ഇവിടെ ഇരിക്കാം, നമുക്ക് എൻജോയ് ചെയ്യാം. ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ട്രീകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ളതും കാര്യങ്ങളും എല്ലാ ട്രീകളും. അതായത് ഒരു ഫ്ലവർ ഞാൻ എടുത്തതാ. പിന്നെ അവിടെ നിന്ന് നടന്നു പോണ വഴി ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഇത് ഫുൾ വ്യൂ കാണാം. ഏകദേശം എല്ലാം കാണാം. അവിടെ ഹോളി ട്രിനിറ്റി ചർച്ചുണ്ട്. അങ്ങനെ ഫുള്ള് കാണാം. അത് ഒരു ദിവസം ചെയ്യാം അതിൻ്റെ വീഡിയോ. പിന്നെ അവിടെ നിന്ന് കുറേ നടന്ന് ഇതൊരു വല്ലാത്തൊരു ഏരിയ ആയിരുന്നു. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം ഇത് കുറച്ച് സ്പ്രിങ്ങിൻ്റെ മരം. അടുത്തത് ഇത് അടിപൊളി മരമായിരുന്നു കേട്ടോ. അത് വിഷയം തന്നെയാണ്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ ആരോ കൂടെ ഒരു പ്രാവശ്യം പോയി. നല്ല
പോയി കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത് ആ പാലത്തിൻ്റെ അവിടെ എത്താറായി, ഇത് എക്സിറ്റിൻ്റെ അവിടെ ആവാറായി. ഇതാണ് പാലത്തിനൊക്കെ ഇതൊക്കെ ഫുൾ വ്യൂ കാണും, ഫുൾ പച്ചപ്പ്. പിന്നെ അവിടെ നോക്കിയപ്പോൾ എക്സിറ്റ് അടിക്കാൻ പോയപ്പോഴാണ് ബാംബു ട്രീ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടത്. അവിടെയും ഇതാ വെള്ളം ഇങ്ങനെ വരും. അത് പിന്നെ അവിടെ പോയി എല്ലാം കണ്ട് ബാംബു ട്രീൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട്, അതായത് ഫുൾ ബാംബു അതെല്ലാം കണ്ട് നേരെ ഇറങ്ങാറായപ്പോൾ ഫുള്ള് ഒരു പൂച്ച മുകളിൽ ഇരിക്കുകയായിരുന്നു. അതിൻ്റെയും കൂടെ എടുത്ത് പിന്നെ ഇതാണ് ഇൻസ്ട്രക്ഷൻ കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചതാണ് നിങ്ങളുടെ അടുത്ത് എക്സിറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഇന്ന് കാണിച്ചതാണ്. ഫുള്ള് ഡീറ്റെയിൽ ഉണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വേറെ എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും വീഡിയോയിൽ. ഇതൊക്കെയാണ് ഫുൾ ഇൻസ്ട്രക്ഷൻ. പിന്നെ ഇതാണ് മദർ ഓഫ് ജോർജിയ. ഞാൻ പിന്നെ എക്സിറ്റ് അടിച്ച് മദർ ഓഫ് ജോർജിയ വേറൊരു വ്യൂ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാ ഫുൾ ടിബിലിസി, ഇവിടെ നിന്നാൽ തന്നെ ഫുൾ ടിബിലിസി കാണാം. അതിൻ്റെ വേറെ ഇപ്പോൾ കാണാം. പിന്നെ നോക്കിയപ്പോൾ ഒരു അമ്മ ഇതവിടെ വിൽക്കുന്നതാണ്, സ്ഥലങ്ങൾ അവിടെ കൊടുക്കും, ഒരു തലയിൽ വെക്കുന്ന പൂക്കളും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇതാണ് മദർ ഓഫ് ജോർജിയയുടെ വ്യൂ. ആക്ച്വൽ നല്ലൊരു വ്യൂ എടുത്ത് പിന്നെ അവിടെ നിന്ന് പയ്യെ എക്സിറ്റ് അടിച്ച് അവിടുത്തെ കുറേ സോവനിയറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ കുറേ കോഫി അങ്ങനത്തെ മുകളിൽ തന്നെ കുടിക്കാനും വെക്കാനും എല്ലാം ഫുൾ പരിപാടികളും അവിടെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, അവിടെ നിന്ന് കുടിക്കാം, പിന്നെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതാണ് ഫുൾ വ്യൂ, ഫുൾ ടിബിലിസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇത്രയാണ് ടിബിലിസ്, ഫുൾ വ്യൂ ആണ്, നല്ല ബ്യൂട്ടിഫുൾ. ഇത് പിന്നെ റോപ്പ് വേയിൽ ഞാൻ കയറി റോപ്പ് വേയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുക, താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് കാണാം. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റാണ്. അന്വേഷണ വീട്. അപ്പോൾ ഞാൻ പോയിട്ട് വന്ന് ഇപ്പം ഡ്രസ്സൊക്കെ മാറി അങ്ങനെ നിൽക്കണുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റായിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടെ ഉള്ളവർ നല്ല ഗ്രീനറിയും കാര്യങ്ങളാണ്. കൂടുതലും ചെയ്യേണ്ടത് സ്പ്രിങ് സമയത്താണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്. സ്പ്രിങ് സമയത്ത് വിസിറ്റ് ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നല്ലൊരു ചെറിയൊരു തണുപ്പും അങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ജെല്ല് കൊടുത്താൽ മതി. അല്ലാത്ത ടൂറിസ്റ്റിന് അങ്ങനെ ഞാൻ എന്തായാലും റേറ്റ് എല്ലാം ഇതിൽ കാണിക്കും, വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ്. അപ്പം പിന്നെ സ്റ്റുഡൻറ്റിന് 1 ലാറി, പിന്നെ ഗ്രൂപ്പായിട്ട് പോകണമെങ്കിൽ അങ്ങനെ 8 ലാറി, പിന്നെ ചൈൽഡ് അണ്ടർ 6 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞവരടക്കം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ട് ഇതാക്കി. എന്തായാലും ഒരു സ്പോട്ട് വരുന്നത് അവലാബാരി മെട്രോ ഇറങ്ങണം. മെട്രോയിലാണെങ്കിൽ അവലാബാരി ഇറങ്ങി നമ്മളെ ജുമാ മോസ്ക് ഉണ്ട്, നമ്മളിവിടുത്തെ പള്ളി, മുസ്ലിം പള്ളിയുണ്ട്. അവിടെ നിന്ന് നേരെ ആ വഴിയിൽ നിന്ന് നേരെ കയറിയാൽ മതി. അവിടെയുണ്ട് എൻട്രൻസ്. പിന്നെ നമ്മളെ മദർ ഓഫ് ജോർജിയ താഴെ നമ്മളെ കേബിൾ വേ ഉണ്ട്, കേബിൾ വേറെ വഴി കൂടെ മുകളിലെത്താം. അങ്ങനെ എത്തിയിട്ട് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ താഴെ കൂടെ ഇറങ്ങാം. അങ്ങനെ 2 വഴികളാണ് ഉള്ളത് എൻട്രി. അവിടെ നിന്ന് എൻട്രി ഫീസ് എടുക്കുക. നേരെ കുറേ നടക്കാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 2.5-3-4 മണിക്കൂറൊക്കെ എടുത്തായിരുന്നു അത് കണ്ടൊന്ന് തീർക്കാൻ. ഇനിയുണ്ടെന്ന് തോന്നിക്കിരിയൊക്കെ കുറേ ഉണ്ട്. ബാമ്പു കാര്യങ്ങൾ അങ്ങനത്തെ വിശേഷങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ 2 വാട്ടർഫോള്, പിന്നെ കുറേ പൂക്കൾ, പിന്നെ കുറേ ഫ്ലവേഴ്സ്, റോസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ അത് നട്ട് വെച്ചാൽ അങ്ങനെ കുറേ നടക്കാനുണ്ട്. നല്ലൊരു വൈബായിരിക്കും. പിന്നെ മുകളിൽ പോയിട്ട് ഫുൾ ടിബിലിസി കാണാം. അങ്ങനെയെല്ലാം ഉള്ള ഇത്. പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചാൽ നമുക്ക് ആ വഴി കൂടെ തന്നെ എക്സിറ്റ് അടിച്ച് നമുക്ക് അല്ലാതെ ഇറങ്ങാം, അവിടെ നിന്ന് ഇറങ്ങാം. അല്ലാതെ ഇവിടുത്തെ മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് അത് കണ്ട് താഴെ കേബിൾ വേ അങ്ങനെ ഇറങ്ങിയത്. കേബിൾ വേ എടുത്ത് കേബിൾ വേ ഇവിടെ ഉള്ള എല്ലാവർക്കും 2.5 ജെല്ലാണ്. അങ്ങനെ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പോയി എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ വരണവർ എന്തെങ്കിലും ചെയ്യണം. പിന്നെ അവിടെ വല്ലതൊക്കെ വെള്ളം ട്രക്കിംഗ് പോലെയാണ്. കൂടുതലും ട്രക്കിംഗ് ചെയ്ത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ ഫുഡ് കൊണ്ടുപോയാൽ അവിടേക്ക് ഇരുന്ന് കഴിച്ച് അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം. എന്തായാലും നല്ല എക്സ്പീരിയൻസ്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചു. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും